ചൊറിഞ്ഞ കേറി അങ്ങ് മാന്തി പൊളിക്കുക എന്ന് പറഞ്ഞാൽ ശരിയാ. അനീഷിന്റെ ദേഷ്യം കണ്ടിട്ട് ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകളൊക്കെ പേടിച്ചു പോയി എന്നുള്ളതാണ്. അയാൾ ഇതുവരെ പ്രതികരിക്കാത്ത ഒരു രീതിയിൽ നിന്ന് പ്രതികരിച്ചു. എത്രത്തോളം ഉണ്ട് അയാളുടെ ക്ഷമ എന്ന് നമ്മൾ ഇന്ന് കണ്ടു എന്നുള്ളതാണ്. ഉച്ചക്ക് 2 മണി മുതൽ ഒരു 6-6:30 വരെ ഈ ഒരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടാസ്ക് എന്താണെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. അതായത് ഒരു ഓറഞ്ച് ജ്യൂസ് കമ്പനിയും അതേപോലെ തന്നെ ഒരു നാരങ്ങ ജ്യൂസ് കമ്പനിയും ഉണ്ട്. ഇതിൽ ഓറഞ്ച് ജ്യൂസ് കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള നവീനും അതേപോലെ നാരങ്ങയുടേത് നമ്മുടെ അനീഷുമാണ്. ഈ 2 മുതലാളിമാരുടെ അടുത്തേക്കും ബിഗ് ബോസ് ഒരു കൊട്ടയിൽ വെച്ചിട്ടുള്ള കുറെ കുപ്പികളുണ്ട്. ഈ കുപ്പികളിൽ നിന്നും കൂടുതൽ കളക്ട് ചെയ്തു വരുന്ന ആളുകൾ അത് വൃത്തിയാക്കിയിട്ട് ഈ മുതലാളിമാരെ കൺവിൻസ് ചെയ്യണം. ഈ മുതലാളിമാരെ കൺവിൻസ് ചെയ്തിട്ട് ആ കുപ്പി അവർ സെയിൽ ചെയ്യണം. ഈ കുപ്പി അവർ സെയിൽ ചെയ്യുമ്പോൾ അയാൾ എടുക്കുന്ന കുപ്പികളിൽ വൃത്തി ഉണ്ടോ എന്നൊക്കെ നോക്കി അയാൾ തെരഞ്ഞെടുത്ത് അതിൽ ജ്യൂസ് നിറച്ച് നേരെ അവിടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആളുണ്ട്. ആ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആളുടെ അടുത്ത് പോയിട്ട് ആ കുപ്പികളൊക്കെ അവർ പരിഗണിച്ചിട്ട് അതിൽ സർട്ടിഫിക്കേഷൻ കിട്ടണം. അങ്ങനെയാണെങ്കിൽ 1ാമത്തെ ടാസ്ക് ഫില്ലാവും. ഈ ടാസ്കിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക്, അതായത് ഏറ്റവും കൂടുതൽ കുപ്പികൾ കൊണ്ടുവന്ന ആളുകൾക്ക് ഈ പറയുന്ന മുതലാളിമാർക്ക് വേണമെങ്കിൽ കോയിൻസ് കൊടുക്കാം, ഗോൾഡ് കോയിൻസ് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇതാണ് ടാസ്ക്. ഈ ഒരു സാധനം ക്യൂസിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ക്വാളിറ്റി ചെക്കർ അപ്രൂവൽ കൊടുക്കണം. ഇതാണ് സംഭവം. ഈ ഒരു സംഭവത്തിലേക്ക് ഒരു തുടക്കത്തിന്റെ വളരെ മോശപ്പെട്ട രീതിയിലാണ് ഗെയിം നടന്നിട്ടുള്ളത്. അതായത് ഈ കുപ്പി എടുക്കാൻ പോകുന്ന സമയത്ത് ആര്യന് ചാക്ക് എടുത്തു കൊണ്ടുപോയിട്ട് എല്ലാവർക്കും വീതം വെച്ച് കൊടുത്തു. ഇത് വീതം വെച്ച് കൊടുക്കണ സമയത്ത് ബിഗ് ബോസ് പറഞ്ഞു, എന്ത് ഊറത്തരാണെന്ന് ആറിയ നീ ചെയ്യുന്നത്, ഇതല്ല ഗെയിം, കയ്യൂക്കുള്ള കാര്യക്കാരെ അതിൽ നിന്ന് എടുക്കണം എന്നുള്ളതാണ്. വീണ്ടും ഗെയിം നടത്തുന്നു. അങ്ങനെ അതിൽ നിന്നും കുറെ ആളുകൾ തട്ടിപ്പറച്ച് വാങ്ങുന്നു. ആദിലയുടെ 100യുടെ കൈയുടെ മുകളിലൊക്കെ വരയൊക്കെ വീഴുന്നുണ്ട്, മുറിയൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ കയ്യൂക്കുള്ള കാര്യക്കാരെ അത്യാവശ്യം അക്ബർ അവിടുന്ന് ഏകദേശം 7 കുപ്പി എടുക്കുന്നു. ബാക്കിയുള്ള ആര്യന് 6 കുപ്പി എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷാനവാസ് 6 കുപ്പി എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്ക് 4, 2, 3, 1 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 50 കുപ്പികൾ അവിടെ ഉണ്ടായിരുന്നു. ആ കുപ്പികളൊക്കെ ആയിട്ട് അനീഷിനെയും അതേപോലെ നെവിനൊക്കെ ക്യാൻവാസ് ചെയ്ത് അവർ കൺവിൻസ് ചെയ്ത് കുപ്പികൾ കൊടുക്കുന്നു. ജ്യൂസ് നിറച്ച് ക്ലീൻ ആക്കി നേരെ അനുമോളുടെയും അതേപോലെ ജിഷിന്റെ അടുത്തെത്തിയപ്പോൾ അവർ 2 പേർക്കും 2 അഭിപ്രായങ്ങൾ. അതായത് ക്വാളിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ ഒരു വലിയ പ്രശ്നം നടക്കുകയാണ്. കുപ്പി ചരിക്കുമ്പോൾ അതിൽ നിന്ന് ജ്യൂസ് പോകുന്നുണ്ടെന്നും അതേപോലെ തന്നെ ആകെ വരയും കുത്താൻ ആകെ കരടാണെന്നൊക്കെ പറഞ്ഞിട്ട് പൊരിഞ്ഞടി. ഇതിനിടയിൽ ക്യൂസിയുടെ അടുത്ത് വരാൻ യോഗ്യരായിട്ടുള്ള 2 ആള് മുതലാളിമാരാണല്ലോ. ഈ 2 മുതലാളിമാർ അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ അടുത്തേക്ക് കുപ്പികൾ വിൽപ്പന നടത്തിയിട്ടുള്ള ഈ ഏജന്റുമാർ അങ്ങോട്ട് വന്ന് ബഹളം വെക്കാൻ തുടങ്ങി. ഈ ബഹളത്തിന്റെ ഇടയിൽ അക്ബർ അനീഷിന്റെ കുപ്പിയൊക്കെ നിലത്തെടുത്ത് ഒഴിച്ചു കളയാൻ തുടങ്ങി. അതിന്റെ ഇടയിൽ സ്വന്തം കുപ്പി എന്നെ നെവീനെടുത്ത് കുടിക്കാൻ തുടങ്ങി. ആദില അടിച്ചു മാറ്റിയിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. ഇതിന്റെയൊക്കെ മുന്നേ തന്നെ ഗിസേൽ എന്ന് പറയുന്ന വ്യക്തിയും കുറെ വൃത്തികേടുകൾ അവിടെ കാണിച്ചു എന്നുള്ളതാണ്. മുതലാളിമാരുടെ അടുത്തെത്തിയ കുപ്പികൾ, അതായത് അവിടെ സബ്മിറ്റ് ചെയ്ത കുപ്പികളൊക്കെ എടുത്ത് ഞെളുക്കുക, എന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു, ഊളത്തരം കാണിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാ. അങ്ങനെ സഹി കെട്ടു ഈ പറയുന്ന അനീഷിന്. അനീഷിന്റെ രുദ്രതാണ്ഡവമാണ് പിന്നെ അവിടെ കണ്ടതെന്നുള്ളതാണ്. അനീഷ് മുതലാളിയാണ്. അനീഷ് അവിടെ കൊണ്ടുപോയ 11 കുപ്പിയിൽ നിന്നും 1 കുപ്പി പോലും ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് അവർ തള്ളി. അതേപോലെ തന്നെ നെവിൻ അവിടെ കൊണ്ടുപോയ കുപ്പി ഉണ്ടല്ലോ, ഈ കുപ്പിയിലും ഇതേപോലെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങി. ഈ പ്രശ്നത്തിന്റെ ഇടയിൽ അനീഷിന്റെ മുഴുവൻ കുപ്പികളും എടുത്തിട്ട് എതിർ ടീമിന്റെ ആളുകളായിട്ടുള്ള അക്ബർ, ആദില, നൂറ ഇവരെല്ലാം എടുത്ത് എറിഞ്ഞു കളയ്ക്കുകയും കുടിച്ചു തീർക്കുകയും വൃത്തികേടുകൾ ചെയ്തപ്പോ അനീഷ് ആകെ കയ്യിൽ നിന്ന് പോയി. അനീഷ് ക്ഷമിച്ചു. അനീഷ് ഒന്നും ചെയ്തില്ല. ആരും അനീഷിന്റെ ടീമിലൊക്കെ തന്നെ നിൽക്കുന്നത്. അയാളൊക്കെ സംയമനം പാലിച്ചു, ഞങ്ങളൊന്നും എറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ക്യൂസി തീരുമാനം എടുക്കുകയാണ് 4 കുപ്പികൾ അനീഷിന്റെയും അതേപോലെ തന്നെ 5 കുപ്പികൾ നെവിന്റെയും നല്ലതാണ് എന്നുള്ളത്. നെവിന്റെ കുപ്പികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ആരും എടുത്തില്ല. നേരെ തിരിച്ച് അനീഷിന്റെ കുപ്പികളൊക്കെ വലിച്ചെറിയും ചെയ്തു. അനീഷ് ചോദിച്ചു, എന്റെ ഒരു കുപ്പി പോലും ഇവിടെ ഇല്ല, സാറിന്റെ ഉത്തരവാദിത്തമാണല്ലോ എന്റെ കുപ്പികൾ ഇവിടെ നിലനിർത്തുക എന്നുള്ളത്, അതെവിടെയെന്ന് ചോദിച്ചു. അതിൽ ജിഷിനൊന്നും പറയാനില്ല. അതിന്റെ ഇടയിൽ തന്നെ അനുമോൾ ഓൾറെഡി ഒരാൾക്കും ഞാൻ ഒരു സപ്പോർട്ടും ചെയ്യില്ല, ഇതിൽ ഒക്കെ ഡിസ്ക്വാളിഫൈ എന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോയി. ജിഷിൻ കുടുങ്ങി. ഈ ഒരു സമയത്ത് അനീഷിന് ഹാലിളകാണ്. അനീഷിന്റെ ഒരു കുപ്പി അവിടെ ഇല്ല, എല്ലാ കുപ്പിയും വലിച്ചെറിഞ്ഞു. നെവീൻ കൊടുത്ത കുപ്പികൾ അവിടെ ഉണ്ട് താനും. അതിന് ക്വാളിറ്റി അപ്രൂവും കൊടുത്തു. അത് അനീഷ് പറ്റിയില്ല. അനീഷ് എറിഞ്ഞുടച്ച് ആകെ തരിപ്പണാക്കി. ആ ബിഗ് ബോസ് കൊണ്ടുവന്ന പ്രോപ്പർട്ടി പോലും എറിഞ്ഞുടച്ചിട്ട് ആകെ കയ്യിന്ന് പോയി, ബഹളായി. അവസാനം ക്യൂസി ഡിപ്പാർട്ട്മെന്റ് ബിഗ് ബോസിനോട് പറയാണ്, 2 ടീമിനെ ഞങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, 2 ടീമിനും ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നം അവസാനിപ്പിച്ചാൽ പോയി. പക്ഷേ ഇതിന്റെ പിന്നിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അനീഷിനോട് എത്രത്തോളം വിരോധമുണ്ട് അവിടുത്തെ ഗെയിമേഴ്സിന് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് ആദില വന്ന് അനീഷിനെ വളരെ മോശപ്പെട്ട രീതിയിൽ ഓരോന്ന് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ അനീഷിന്റെ കുപ്പി കട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അക്ബർ ആണെങ്കിൽ എറിഞ്ഞുടക്കുന്നുണ്ട്.
ഈ അനീഷിന്റെ ടീമിൽ ഇപ്രാവശ്യം ആര്യൻ വന്നതുകൊണ്ടാകാം ആര്യൻ അത്ര വൃത്തികേടുകൾ കാണിച്ചിട്ടില്ല. പക്ഷേ വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു അവിടെയുള്ള പ്രകടനം എന്നുള്ളതാണ്. ഇവർക്ക് ഒരു ഗെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ ഗെയിം കൃത്യമായിട്ട് കളിക്കാൻ അറിയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കോമഡി. ഒരു ഗെയിം ഇവർക്ക് കൊടുക്കാൻ കഴിയില്ല, കളിക്കാൻ അറിയില്ല. അനുമോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അനുമോൾ പറഞ്ഞ കറക്റ്റാണ്, രണ്ടും ക്വാളിറ്റി ഇല്ലാതെയാണ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളതാ. അനീഷ് തലയിൽ ഒരു ക്യാപ്പ് വെച്ചിട്ടാണല്ലോ സാധാരണ ജ്യൂസ് അടിക്കുന്നതൊക്കെ ഉണ്ടാവുക. ഇവൻ ക്യാപ്പ് എടുത്തിട്ട് എന്താ ചെയ്തറിയോ? ക്യാപ്പ് എടുത്തിട്ട് പോക്കറ്റിലിട്ടിട്ട് ഇതെല്ലാം ചാക്കിലാക്കിയതിന് ശേഷം ആ പാക്കറ്റ് കെട്ടാൻ വേണ്ടിയിട്ട് ആ തലയെ കെട്ടുന്ന സാധനം കെട്ടി എന്നുള്ളതാണ്. അനീഷിന്റെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട്. എന്നാൽ ക്ഷമ എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നെവിന്റെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ജ്യൂസ് തന്നെ കട്ട് കുടിക്കുന്ന ഒരു നാറി. രസമായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഭയങ്കര പ്രശ്നം നടക്കുക കേട്ടോ. അതായത് ഇവിടെ നെവിന്റെ കുപ്പികളെ കുറിച്ചിട്ടും അനീഷിന്റെ കുപ്പികളെ കുറിച്ചും ഭയങ്കര ചർച്ച നടക്കുമ്പോൾ ആൾ അവിടുന്ന് എടുത്തുനിന്ന് കുടിക്കുക, അവിടെ കിടക്കുക, കുറെ കോമഡി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ സത്യം പറയട്ടെ, ഇങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത ആളുകളെ ദയവ് ചെയ്ത് ബിഗ് ബോസിലേക്ക് എടുക്കരുത്. ഒരു ക്വാളിറ്റി കൺട്രോളറുടെ അല്ലെങ്കിൽ ക്വാളിറ്റി ചെക്കറുടെ ഡ്യൂട്ടി എന്താണെന്നും അഷിലിനും അനുമോൾക്കും യാതൊരു അറിവില്ല എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് ഇവരുടെ കയ്യിലുള്ള കുപ്പികൾ നേരെ ഒരു മുതലാളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മുതലാളി അത് സെലക്ട് ചെയ്ത് മുതലാളി അതിൽ ജ്യൂസ് ആക്കിക്കൊണ്ട് ക്വാളിറ്റി കൺട്രോൾ എടുത്ത് പോകുമ്പോൾ ഇവർക്ക് കുപ്പി കൊടുത്ത ആളുകൾ മുതലാളിയുടെ കൂടെ പോകേണ്ട കാര്യമില്ല. പിന്നെ ഈ കുപ്പി അവരുടെ മുന്നിൽ എത്തുമ്പോൾ അതിന്റെ ക്വാളിറ്റിയാണ് അവർ ചെക്ക് ചെയ്യേണ്ടത്, അതിന്റെ സ്മെല്ലും രുചിയും അതേപോലെ അതിന്റെ നീറ്റ്നെസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ലേബേഴ്സ് അതിൽ വിരലിട്ടിട്ടാണ് തുറച്ചിരുന്നത്, അതാണ് ഇതാണ് എന്നൊക്കെ. എവിടെയാണ് ക്വാളിറ്റി ചെക്കർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ ഉള്ളിലുണ്ടാവുക? ഇതൊക്കെ ഡിഫറെന്റ് ഓഫീസുകളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. അതേപോലെ തന്നെ മുന്നത്തെ ടാസ്ക് ആണ് ഹോട്ടൽ ടാസ്ക്, ഗസ്റ്റ് വന്ന ടാസ്ക്. ഏത് ഹോട്ടലിലാണ് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഗസ്റ്റിന്റെ കാലിന്റെ അടിക്കിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞത് ചെയ്തു കൊടുക്കേണ്ടത്? ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇവർക്ക് അതിന് ഒരു ബോധവും ഇല്ല. സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇവർക്ക് അതൊരു ക്ലാസ് എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ലോകവിവരമുള്ള കുറച്ച് ആളുകൾ എടുക്കുക എന്നുള്ളതാണ്. ഇതിൽ അനീഷ് മാത്രമാണ് കറക്റ്റ് ഗെയിം കളിച്ചത്. പിന്നീട് അയാൾക്ക് ശ്വാസം മുട്ടിയ ഒരു അവസ്ഥ വന്നപ്പോഴാണ് അത് എറിഞ്ഞുടച്ചത് എന്നുള്ളതാണ്. ഇനിയും പൊട്ടന്മാരെ എടുക്കരുത്. ഈ ഒരു ഗെയിം കൊണ്ട് വീണ്ടും ആദിൽ എത്രത്തോളം വിഷമാണെന്നും ഗിസയിൽ എത്രത്തോളം വിഷമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണ്. സാബു മോന്റെ കയ്യിലുള്ള കുപ്പികൾ തട്ടിപ്പറച്ച് പീച്ചി അതിൽ അയാൾക്ക് സെലക്ഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗിസയിൽ കുറച്ച് പൊറോട്ട നാടകം കളിച്ചു. പിന്നെ അക്ബർ എന്ന് പറയുന്ന വ്യക്തി വളരെ മോശപ്പെട്ട രീതിയിലാണ് ഈ ഗെയിമിനെ അപ്രോച്ച് ചെയ്തത് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷാനവാസും നവീനും ഒരുമിച്ച് ഒരു ടീമിലേക്ക് എത്തി എന്നുള്ളതാണ്. ഷാനവാസിന്റെ കുപ്പികളൊക്കെ വാങ്ങിയത് നവീനാണ്, അനീഷ് അതൊക്കെ റിജക്റ്റും ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ രസകരമായ കാര്യങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ ബിഗ് ബോസിലെ ഈ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ അവിടെ പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ട് ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആര്യനോടും ജിസൈലിനോടും മലയാളത്തിൽ സംസാരിക്കുക. ഇന്ന് ഒരുപാട് തവണ ഒരുപാട് മണിക്കൂറുകളോളം അവർ ഇംഗ്ലീഷിൽ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. ഇപ്പൊ തൊട്ട് മുമ്പ് ഇംഗ്ലീഷിൽ വീണ്ടും അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് ഗിസൈൽ എന്തെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ ഭാര്യയോട് സംസാരിക്കുന്ന ആ ഒരു അധികാരം എടുക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത് പോലെ, അതായത് നീ എന്തിനാ അത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ചൂടാവുക. ഇവൻ വേറെ കണ്ടസ്റ്റന്റ് ആണല്ലോ, ഗിസൈലിന്റെ ഇഷ്ടത്തിനല്ലേ ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ അങ്ങനെ ഒരു അധികാരം എടുക്കുന്നതൊക്കെ പോലെ ഫുൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് അവിടെ തെറി കേട്ടോണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കുറെ പൊട്ടന്മാരും കുറെ പൊട്ടികളുമാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ കയറിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഗെയിം കളിക്കാനുള്ള മണ്ടത്തരം മാത്രമേ തലയിലുള്ളൂ, ശരിയായ ബുദ്ധി ഇല്ല എന്നുള്ളത്. ഇനി എന്തായാലും അപ്ഡേഷൻ വരുമ്പോൾ വരാം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.